ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുപാട് പേര് തയ്യാറെടുക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സത്യത്തിൽ PSC എഴുതുന്നവർ കഴിച്ചിട്ടുള്ള ഒരു ലോട്ടറിയാണ് ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം എന്ന് പറയാം. കാരണം ഒറ്റ ഒരു എക്സാമും കൊണ്ട് നിങ്ങൾക്കൊരു 10th ലെവൽ ജോബാണ് നേടാൻ പറ്റുന്നത്. നിലവിൽ വേക്കൻസിയും നിയമനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. LDC, സെക്രട്ടേറിയറ്റ്, OA എന്നീ എക്സാമുകൾക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ചാൻസ് ആണ് ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം. കുറച്ച് നല്ല ടൈം ഗ്യാപ്പ് എന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. മുന്നേ പഠിച്ചതിൽ നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ തിരുത്തിയിട്ട് കഴിഞ്ഞ എക്സാം വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയത്, എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് മാർക്സ് കൂടിയതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ തിരുത്തിക്കൊണ്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മനസ്സിലാക്കിയെടുത്തത് എന്താണെന്ന് വെച്ചാൽ, പലർക്കും പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ PSC അപ്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. PSCയുടെ ക്വസ്റ്റ്യൻസും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും ഓപ്ഷൻസും എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റഡി പ്ലാനും അതേപോലെ മാറ്റി കൊണ്ടുപോയാലേ നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പലർക്കും അതുകൊണ്ടാണ് ബാക്ക്വേർഡായി പോകുന്നത്. PSC മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ട് പഠിച്ചു പോയാൽ മാത്രമേ നമുക്കിത് എന്തായാലും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്ന് കഴിഞ്ഞിട്ടുള്ള എക്സാംസ് നന്നായിട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ അതിനൊത്തിരി നമ്മളും ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ പല വീഡിയോസിലും മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസിലെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് SCRT ചാപ്റ്റേഴ്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PSC ഒരു ബേസ് എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കുന്നത് SCRT ചാപ്റ്റേഴ്സിനെ തന്നെയാണ്. അപ്പോൾ SCRT ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തായാലും അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. കഴിഞ്ഞ എക്സാമിനായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു എക്സാമിനായാലും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 5, 7, 9 ക്ലാസ്സുകളിലെ SCRT ടെക്സ്റ്റ് ബുക്സ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. PSC പരീക്ഷകളിലാണെങ്കിൽ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ടത് അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് വന്നിട്ടുള്ളത്. ഇതിലാണെങ്കിൽ എക്സാം ഡേറ്റിനനുസരിച്ച് ഡേ ബൈ ഡേ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും വേറെ കോഴ്സും എക്സാംസും ഒക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും, വേറെ ക്ലാസ്സിനൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവരും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ നോക്കാം. ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ഗ്രേഡ് PSC എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിലുള്ള ഒരു ടൈം ടേബിൾ വൈസ് പ്ലാനാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടിലമായിട്ടുള്ള ഒരു അപ്ഡേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ SCRT ചാപ്റ്റേഴ്സ് 5, 7, 9 പുതിയ SCRT ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സാംസ് ആണ് ഇതിലിവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒരു കോഴ്സിലും അങ്ങനെ പുതിയ അപ്ഡേറ്റ്സ് വെച്ചിട്ട് SCRT ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. PSC പുതിയ ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കത് പഠിച്ചേ മതിയാകൂ. അപ്പോൾ ഞാനിതിൽ കണ്ട ഒരു ടൈം ടേബിളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എക്സാം വരെയുള്ള ടൈമിൽ അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിളാണിത്. ഈ ഒരു സ്റ്റഡി പ്ലാൻ കണ്ടപ്പോൾ എനിക്ക് വേറെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരണം എന്നുള്ള ആവശ്യം തോന്നിയിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. വീട്ടമ്മമാരായാലും വർക്ക് ചെയ്യുന്നവരായാലും വേറെ ഏത് കോഴ്സ് ഫോളോ ചെയ്യുന്നവർക്കായാലും ടൈം മാനേജ് ചെയ്ത് നിങ്ങളുടെ കുറച്ച് സമയം കൊണ്ട് തന്നെ SCRT ടെക്സ്റ്റും സിലബസും മൊത്തമായിട്ട് കവർ ചെയ്യുന്ന ഒരു അടിപൊളി പ്ലാനാണ്. അപ്പോൾ സിലബസ് കിട്ടിയിട്ടില്ലാത്തവർക്ക് ഈ ഒരു ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് എടുത്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. പലർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു പോവാം. അതുപോലെ തന്നെ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ പഠിക്കാം, എങ്ങനെയൊക്കെ റിവൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാം കേട്ടോ. ഇതൊരു 10th ലെവൽ എക്സാമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസും സോഷ്യലും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 9ാം ക്ലാസ്സിലെ കുറച്ച് ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫെബ്രുവരി 10ാം തീയതി മുതലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ 9ാം ക്ലാസ്സിലെ ഒരു 4 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. 16ാം തീയതി വരെ. 17ാം തീയതി ഒരു റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനോ ഉള്ള സമയവും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ചാപ്റ്റർ 4 ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അടുത്ത ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. 7 ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ചാപ്റ്റർ 8 ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം ഒരു ദിവസം റിവിഷൻ പ്ലാനാണ്. പിന്നീട് അടുത്ത ദിവസം പഠിക്കാനായിട്ടുള്ളത് ഈ ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ലെയാണ് കേട്ടോ. ലോകത്തിൻ്റെ നെറുകയിൽ വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, വിലയും വിപണിയും, മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ. അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ്. അത് എത്രാമത്തെ ചാപ്റ്റർ ആണെന്നും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റിവിഷനാണ്. പിന്നീട് 9ാം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രം, പ്രകാശത്തിൻ്റെ അപവർത്തനം, ഗുരുത്വാകർഷണം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ ഒക്കെ പഠിക്കാനായിട്ട് കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊന്നും ജസ്റ്റ് വായിച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാം. ഒരുപാട് ടൈം ഉണ്ട്. ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്ത് പോയാൽ കറക്റ്റായിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടും പഠിക്കാൻ. നെക്സ്റ്റ് ഊർജ്ജതന്ത്രം ചാപ്റ്റർ പ്ലവക്ഷമ ബലം, പ്രവൃത്തി ഊർജ്ജവും ശബ്ദം. പിന്നെ ബയോളജിയാണ്. ജീവൽ പ്രക്രിയകളിലേക്ക് ദഹനവും പോഷക സംവഹനവും ശ്വസനവും വിസർജനവും. 15-ാം തീയതി പഠിക്കാനുള്ളത്. പിന്നെ 17-ാം തീയതി ഒരു എക്സാം ഉള്ളത് ചലനത്തിന് പിന്നിൽ പ്രത്യുൽപാദന, ആരോഗ്യം, വർഗീകരണം. ഇതൊക്കെ ബയോളജിയിലെ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് 18-ാം തീയതി ഒരു ക്വിക്ക് റിവിഷനാണ്, മാർച്ച് 18-ന്. അടുത്തത് വരുന്നത് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സാണ്. ആറ്റത്തിൻ്റെ ഘടന, പീരിയോഡിക് ടേബിൾ, രാസബന്ധനം, റിഡോക്സ് പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയും ഒരു 4 ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് റിവിഷൻ ഉണ്ടാവും. പിന്നെ രസതന്ത്രം പാർട്ട് 2-ൽ രാസഗതികം, ലായനികൾ, അലോഹങ്ങൾ, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ്. പിന്നെ മൊത്തത്തിലുള്ള റിവിഷനാണ് 25-ാം തീയതി. പിന്നീട് നമ്മൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സാണ് നോക്കുന്നത്. സോഷ്യലിലെ ചാപ്റ്റർ 1 പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും. അടുത്ത ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ തൊഴിൽ വൈവിധ്യങ്ങൾ. പിന്നെ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ, വരയ്ക്കാം, വായിക്കാം, ജനങ്ങൾ, ജനങ്ങളാൽ. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റിവിഷനാണ്. പിന്നീട് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 2-ലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, നാടറിയാം, തുല്യതയിലേക്ക്, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും, നിയമവും സമൂഹവും. പിന്നെ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒറ്റയല്ലൊരു ജീവിതം, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം, നിത്യജീവിതത്തിൽ ജീവനുള്ള വിത്തുകൾ. പിന്നെ അടിസ്ഥാന ശാസ്ത്രം പാർട്ട് 2-ലെ കയ്യെത്തും ദൂരത്ത് ആകാശം, ഊർജ്ജ സ്രോതസ്സുകൾ, ഇന്ദ്രിയജാലം, ജന്തുജാലങ്ങൾ. അങ്ങനെ ഏപ്രിൽ 7 ആകുമ്പോഴത്തേക്ക് ഇത്രയും ആവും. പിന്നെ ഒരു 8-ാം തീയതി റിവിഷനാണ്. പിന്നെ 8ാം ക്ലാസ്സിലെ സോഷ്യലാണ്. ഭൗമരഹസ്യങ്ങൾ തേടി, നമ്മുടെ ഗവൺമെൻറ്, ഭൂപടങ്ങൾ വായിക്കാം, സമ്പദ് ശാസ്ത്ര ചിന്തകൾ. ഇത്രയുമാണ് ഒരുമിച്ച് വരുന്നത്. ഇത് സോഷ്യൽ സയൻസ് പാർട്ട് 1-ലെയാണ് കേട്ടോ. അടുത്തത് സാമൂഹ്യശാസ്ത്രം പാർട്ട് 2-ലെ ഭൂമിയുടെ പുതപ്പ്, ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവും ഭൂമിയിലെ ജലം. നെക്സ്റ്റ് സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും. അത് കഴിഞ്ഞിട്ട് റിവിഷനാണ്. പിന്നെ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാർട്ട് 1-ലെ കുഞ്ഞറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, കോശജാലങ്ങൾ, വീണ്ടെടുക്കാം വിളനിലങ്ങൾ, പദാർത്ഥ സ്വഭാവം, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ, രാസമാറ്റങ്ങൾ, ലോഹങ്ങൾ, അളവുകളും യൂണിറ്റുകളും, ചലനം, ബലം. അടുത്തത് പാർട്ട് 3 8ാം ക്ലാസ്സിലെയാണ്. തരം തിരിക്കുന്നത് എന്തിന്, വൈവിധ്യം നിലനിൽപ്പിന്, തലമുറകളുടെ തുടർച്ചയ്ക്ക്, ലായനികൾ, ജലം, ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും, പ്രകാശ പ്രതിപതനം, ഗോളീയ ദർപ്പണങ്ങളിൽ, ശബ്ദം, സ്ഥിതവൈദ്യുതി. അടുത്തത് സ്റ്റാൻഡേർഡ് 5-ലെ സാമൂഹ്യശാസ്ത്രമാണ്. 6-ലാണ്. കേരളം, മണ്ണും മഴയും മനുഷ്യനും. പിന്നെ ഉൽപ്പാദന പ്രക്രിയയിലൂടെ, ഭൂമി, കഥയും കാര്യവും, വൈവിധ്യങ്ങളുടെ ലോകം. അടുത്തത് പാർട്ട് 2 ജനാധിപത്യവും അവകാശങ്ങളും, സമൂഹ ജീവിതത്തിലെ വൈവിധ്യം, പ്രകൃതിയുടെ വരദാനം. അടുത്തത് 6ാം ക്ലാസ്സിലെ പാർട്ട് 1 സയൻസാണ്. ജീവൻ്റെ ചെപ്പുകൾ, മാറ്റത്തിൻ്റെ പൊരുൾ, പൂവിൽ നിന്ന് പൂവിലേക്ക്, ചലനത്തിനൊപ്പം ആഹാരം, ആരോഗ്യത്തിന്. അടുത്തത് 6th സ്റ്റാൻഡേർഡിലെ ഒന്നിച്ചു നിലനിൽക്കാം, ആകർഷിച്ചും വികർഷിച്ചും, തിങ്കളും താരങ്ങളും, ചേർക്കാം, പിരിക്കാം, രൂപത്തിനും ബലത്തിനും തുടങ്ങിയ ചാപ്റ്റേഴ്സ്. അടുത്തത് 10ാം ക്ലാസ്സിലെ സോഷ്യലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ലോകം 20ാം നൂറ്റാണ്ടിൽ, പൊതുഭരണം, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, സംസ്കാരവും ദേശീയതയും, സമരവും, സ്വാതന്ത്ര്യവും. പിന്നെ പാർട്ട് 2-ലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, കേരളം, ആധുനികതയിലേക്ക്, രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും, പൗരബോധം, സമൂഹശാസ്ത്രം, എന്തിന് തുടങ്ങിയവ. പിന്നെ നമ്മുടെ സയൻസാണ്. അറിയാനും പ്രതികരിക്കാനും, അറിവിൻ്റെ വാതായനങ്ങൾ, സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ, അകറ്റി നിർത്താം രോഗങ്ങളെ. പിന്നെ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ, ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ, നാളെയുടെ ജനിതകം, ജീവൻ പിന്നിട്ട പാതകൾ. അടുത്തത് സോഷ്യൽ സയൻസ് 2 ആണ്. ഋതുഭേദങ്ങളും സമയവും, കാറ്റിൻ്റെ ഉറവിടം തേടി, ഭൂതല വിശകലനം, ഭൂപടങ്ങളിലൂടെ, മാനവ വിഭവശേഷി വികസനം, ഇന്ത്യയിൽ പൊതുചെലവും പൊതുവരുമാനവും. അടുത്തത് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും, വൈവിധ്യങ്ങളുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇത്രയും ചാപ്റ്റേഴ്സാണ്. പിന്നെ അടുത്തത് ചാപ്റ്റർ 9 ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. അടുത്തത് ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും.
അങ്ങനെ അടുത്തത് ഒരു 25-ാം തീയതി ജൂൺ 25-ാമത്തേക്ക് ഒരു റിവിഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫിസിക്സ് ആണ്. പ്രകാശത്തിൻ്റെ പ്രതിപതനം, പ്രകാശത്തിൻ്റെ അപവർത്തനം, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, ഊർജ്ജ പരിപാലനം. പിന്നെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, ക്രിയാശീല ശ്രേണിയും, വൈദ്യുത രസതന്ത്രവും, ലോഹ നിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ. അടുത്തത് ചാപ്റ്റർ 7th ആണ്. ഭരണഘടന വഴിയും വഴികാട്ടിയും, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, നമ്മുടെ ഭൂമി, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ. അടുത്തത് അധികാരം ജനങ്ങൾക്ക്, ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, ബജറ്റ്, വികസനത്തിൻ്റെ നേർരേഖ, വിവേചനത്തിനെതിരെ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. അടുത്തത് 7th അടിസ്ഥാന ശാസ്ത്രം പാർട്ട് 1 and 2. വിളയിക്കാം നൂറുമേനി, ആസിഡുകളും ബേസുകളും, പ്രകാശം പതിക്കുമ്പോൾ, മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും, താപം നിത്യജീവിതത്തിൽ. ഇവിടെ നിന്നൊക്കെ സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതലും വരാൻ ചാൻസ് ഉണ്ട്. ഈ SCRT ചാപ്റ്റേഴ്സ് നിന്നാണ് സയൻസ് കൂടുതലായിട്ട് വരും കേട്ടോ. അതേപോലെ സോഷ്യൽ നിന്നും റീസെൻ്റായിട്ടുമൊക്കെ കുറേ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ SCRT ചാപ്റ്റേഴ്സ് ഇങ്ങനെ മൊത്തമായിട്ട് കവർ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, കുറേ ടൈം എടുത്തിട്ട് മെല്ലെയാണ് ഇവർ SCRT ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മടുപ്പില്ലാത്ത രീതിയിൽ മടിയൊന്നും ഇല്ലാണ്ട് മെല്ലെ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ, അധികം സ്ട്രെസ്സ് വരാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ സിലബസിനെ കുറേ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ട് ടോപ്പിക് വൈസ് എക്സാംസ് നടത്തുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ചരിത്രം, പിന്നെ ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതവും മാനസിക ശേഷിയും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകൾ. ഇതാണ് നമ്മുടെ സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ ടെസ്റ്റ് നടത്തുകയാണ് ഇവർ. അപ്പോൾ അതിൽ നമ്മുടെ SCRT ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും, റീസെൻ്റ്ലി നടക്കുന്നതും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി അത്രയും നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു എക്സാമിന് നിങ്ങൾ റെഡി ആയി എന്ന് പറയാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഫുൾ ലെങ്ത് എക്സാംസ് വരുന്നത്. 100 മാർക്കിനുള്ള ഫുൾ ലെങ്ത്ത് എക്സാംസ് കിട്ടുന്നത് വഴി നിങ്ങൾക്ക് എക്സാം ഹാളിൽ ശരിക്കും ഒരു ഒറിജിനൽ എക്സാം എഴുതുന്ന പോലെ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നെഗറ്റീവ് മാർക്സ് നന്നായിട്ട് കുറയുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്റ്റഡി പ്ലാൻ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ SCRT ചാപ്റ്റേഴ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ സിലബസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ വെറുതെ SCRT ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ സിലബസിനെ കുറേ പാർട്സായി ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ എക്സാംസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല സബ്ജക്ട്സും നമ്മൾ ഔട്ട് ഓഫ് സിലബസും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സാംസാണ് ഇതിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള ഗവൺമെൻറ്, സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട്സ്, കാര്യങ്ങൾ ഒക്കെ അതൊക്കെ നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കേണ്ടി വരും. അത് നോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടോ നിങ്ങൾ പഠിക്കുക. ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഈ SCRT ചാപ്റ്റേഴ്സ് മൊത്തം പഠിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ഈ എൻ്റയർ സിലബസിനെ കുറേ പാർട്സായി ഡിവൈഡ് ചെയ്തിട്ട് എക്സാംസ് നടത്തുന്നുണ്ട്. അതായത് ഫുൾ സിലബസിനെ SCRTയിലൂടെയും അല്ലാതെയും മൊത്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. പലർക്കും ഉള്ള സംശയമാണ്, നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് അനാവശ്യ കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടില്ല. സിലബസിലുള്ള കാര്യങ്ങൾ കുറച്ചായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം നമ്മുടെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചുള്ള PSCയുടെ സെയിം മോഡലുള്ള ഫുൾ ലെങ്ത്ത് എക്സാംസും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു PSC എക്സാം എഴുതിയ ഒരു ഫീലോട് കൂടി തന്നെയായിരിക്കും നിങ്ങൾ റിയൽ എക്സാം ഹാളിലേക്ക് പോകുന്നത്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുകയാണ് ചെയ്യുക. അത്തരത്തിലുള്ളൊരു 100ഓളം എക്സാംസ് എഴുതി കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റും. പലർക്കുള്ള സംശയമാണ്, നമ്മൾ ഈ SCRT ടെക്സ്റ്റ് ബുക്സ് വായിച്ച് പഠിച്ചാൽ മതിയോ, എഴുതി വെച്ചാൽ മതിയോ, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ഏറ്റവും വലിയ റിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പണ്ടൊക്കെയുള്ള എക്സാം ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ വായിച്ച് ബൈ ഹാർട്ട് പഠിച്ച് പോയാൽ മതിയാവും. പക്ഷേ ഇപ്പോഴത്തെ PSCയുടെ എക്സാം ചോദിക്കൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മൊത്തം അനലൈസ് ഒക്കെ ചെയ്താലേ നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ തരത്തിലുള്ള എക്സാംസ് എഴുതി ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് അറിയാമല്ലോ, നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആവും. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് സമയവും ഒന്നും ആവശ്യമില്ല. ഒരു ദിവസം ഓരോ എക്സാം വെച്ചിട്ടാണ് ഉണ്ടാവുക. പഠിക്കേണ്ട കാര്യങ്ങൾ PDF ആയിട്ടും നിങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസം 10-ാം തീയതി ഇതിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കൊരു ഈ ഒരു എക്സാം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ അടുത്തൊന്നും നമുക്കിനി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരാനില്ല. കാരണം LDC എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത LDC എക്സാം വരണമെങ്കിൽ 3 വർഷമൊക്കെ കഴിയണം. LGS എക്സാമും കഴിഞ്ഞു. മാത്രമല്ല ഫോഴ്സ് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാത്തിനും ഈ ഒരു പ്ലാനും ഒക്കെ യൂസ്ഫുൾ ആകും. കാരണം സിലബസ് ഒക്കെ ഏകദേശം നമുക്ക് PSCയുടെ നോക്കിയാൽ മനസ്സിലാവും. SCRTയും ചാപ്റ്റേഴ്സും എല്ലാം ഒക്കെ തന്നെയാണ്. അതിൽ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഓരോ എക്സാമിൻ്റെ സിലബസിൽ നിന്നും എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. സ്റ്റഡി പ്ലാന് ഒട്ടും തെറ്റിക്കാണ്ട് കറക്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് സമയമുള്ള സമയങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. എക്സാമിന് കുറച്ച് ടൈമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കോഴ്സ് എടുത്തിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ, ബൈ.